ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് 100 രൂപ ചലഞ്ചാണ്. അപ്പോൾ ചെന്നൈയിൽ രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്, രാത്രിയത്തെ ഫുഡ്, അപ്പോൾ ഇതൊക്കെ കൂട്ടി ഒരു 100 രൂപയെ നമുക്ക് ഒതുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ ചലഞ്ച്. 100 രൂപ തികയോ നമുക്ക് നോക്കാം. ചെന്നൈ എത്രത്തോളം എക്സ്പെൻസീവ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡ് കഴിക്കാം. ഞാൻ ഇപ്പോൾ എണീച്ച് ഒന്ന് റെഡി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാം. പൈസ ഇവിടെ തൊട്ടടുത്ത് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലായിടത്തും ഏകദേശം പൈസയും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിനി പോയിട്ട് വല്ല ദോശയോ പൊറോട്ടയോ എന്തെങ്കിലും കഴിക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ കട തുറന്നിട്ടില്ല. ഇവിടെ അടുത്ത് വേറൊരു കടയുണ്ട്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. നല്ല ബ്ലോക്ക് ഉണ്ട്. രാവിലെ തന്നെ എല്ലാവരും ഇതാ പണിക്ക് പോക്കാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ദോശ എന്തെങ്കിലും ഉണ്ടായാൽ മതിയേനു. നോക്കാമല്ലോ. ഹോട്ടലിൽ എത്തിയതാ. ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ദോശ എന്തൊക്കെയുണ്ട് തമിഴിൽ എഴുതി വെച്ച്. ഞാനൊരു ദോശ പറഞ്ഞിട്ടുണ്ട്. 30 രൂപയാണ് ദോശക്ക്. ഞാൻ വന്നിട്ട് കാണിക്കാം. ഇതായത് ദോശ വന്ന് മറ്റേ കടയിൽ ഈ ദോശക്ക് 40 രൂപയാണ് അവർ വാങ്ങുന്നത്. ഇവിടെ 30 രൂപയാണ്. അപ്പോൾ ഇതിന് കഴിക്കട്ടെ. കറിയൊക്കെ കാണിച്ചു തരാം. ചട്നിയും സാമ്പാറൊക്കെ ഉണ്ട്. ചട്നി എടുക്കാം. നല്ല വിശപ്പുണ്ട്. ഇനി ഇത് കഴിക്കട്ടെ. എപ്പോഴും രാവിലെ കഴിക്കണമെന്നില്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമേ കഴിക്കരുത്. അപ്പോൾ നമുക്ക് പൈസ കൊടുക്കാമല്ലോ. 100 രൂപ. 30 രൂപയാണ് ദോശക്കായത്. ഗൈസ് ഇവിടെ ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് 70 രൂപ കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ദിവസം മൊത്തം നോക്കേ. ഗൈസ് ഇവിടെ ചായ ഇല്ലേനു. അതുകൊണ്ട് ചായ നമുക്കിനി ഇന്ന് കുടിക്കണ്ട. ഇനി ഉച്ചക്ക് ചോറ് നമുക്ക് കുടിക്കുന്ന. ഗൈസ് നാട്ടിലൊക്കെ നല്ല മഴയല്ലേ. ഇതിവിടെ ഒടുക്കത്തെ വെയിലാണ്. വല്ലപ്പോഴും മഴ പെയ്ത് ഗൈസ് ഇവിടെ അടുത്ത് കുറേ മലയാളികൾ കടയുണ്ട്. അപ്പോൾ നമുക്കിനി ഉച്ചക്കത്തെ ഫുഡ് പാർസൽ വാങ്ങിയിട്ട് റൂമിൽ പോയിട്ട് കഴിക്കാം. നമുക്കിപ്പോൾ പോകുമ്പോൾ തന്നെ വാങ്ങിയിട്ട് പോകും. ഗൈസ് ഇതൊരു മലയാളീൻ്റെ കടയാണ്. ഇതാ ഇവിടെ പഴംപൊരിയൊക്കെ കിട്ടും. അത് രാത്രി 7 മണിക്കാണ് കിട്ടുക. ഇതാ ഈ കാണുന്നത് ഒരു മലയാളീൻ്റെ കടയാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മൾ ഫുഡ് ഇപ്പം വാങ്ങുന്ന സ്ഥലം. ഇതാ ഈ കടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങുന്നത്. ഇവിടെ 30 രൂപക്കൊക്കെ റൈസ് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങാമല്ലോ. പാർസൽ വാങ്ങാം. 20, 30, 40 പൈസ. ഞാൻ 35 പറഞ്ഞു. 35 ഒപ്പം ഒരു മുട്ട കിട്ടും. വാങ്ങിയിട്ട് നമുക്ക് റൂമിൽ പോയിട്ട് തിന്നാം. നേരം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് റൈസും കാര്യങ്ങളൊക്കെ. ഇവിടെ ഫുള്ള് PGയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ഥലത്ത് ഫുള്ള്. അപ്പം ഗൈസ് പൈസ കൊടുക്കാമല്ലോ. 50 രൂപ കൊടുത്തിട്ടുണ്ട്. പാർസൽ നമുക്ക് കിട്ടി. ബാക്കി 15 രൂപ. അപ്പോൾ നമുക്കിനി പോവാം. പൈസ കിട്ടി. ബാക്കി 15 രൂപ. അപ്പോൾ നമുക്ക് നേരെ റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പം ഞാനിനി കാണിച്ചുതരാം. റൂമിലെത്തിയിട്ട് ഞാൻ കാണിച്ചുതരാം ഫുഡ്. അപ്പം കഴിച്ചാൽ നമ്മളിനി കയ്യിലുള്ളതാകെ 35 രൂപയാണ്. അപ്പം കഴിച്ചാൽ ഇനി 35 രൂപയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 35 രൂപ കൊണ്ട് നമ്മൾ വൈകുന്നേരത്തെ ചായയും അത് രാത്രിയത്തെ ഫുഡും നമ്മൾ ഒപ്പിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ചലഞ്ച്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് കഴിക്കാം. അപ്പോൾ കഴിച്ചാൽ സമയം ഏകദേശം 1:30 ആയി. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. ഇതാണ് നമ്മുടെ റൈസ് വരുന്നത്. ഇവിടെ വെച്ച് നോക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ലാത്ത റൈസ് ഇതാണ്. അതുകൊണ്ട് ഇത് വാങ്ങുന്നത്. അപ്പം കഴിച്ചാൽ ഫുഡ് കഴിക്കലാണ്. നമ്മുടെ 35 രൂപേൻ്റെ നമ്മുടെ ബിരിയാണി. ഗൈസ് പടം കാണാൻ കരുതി ഗുരുവായൂർ അമ്പല നടയിൽ. ഞാൻ ഒരിക്കൽ കണ്ടതാ. എന്നാലും ഒരിക്കലും കൂടി കാണാം. അപ്പം ഗൈസ് ഫുഡ് കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഇതേ ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിപ്പോൾ 6 മണിയായി. അപ്പോൾ ഇപ്പോൾ എണീച്ച് നമുക്ക് ചായ വല്ലതും കുടിക്കുക. നമ്മുടെ അടുത്ത് ആകെ ഉള്ളത് 35 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോക്കാം. നല്ല ചായക്കടി കടയുണ്ട്. എന്തായാലും ഉള്ളിവടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പോൾ പൈസ ഇല്ല.
നമുക്ക് വെറും ചായ മാത്രം കുടിച്ചിട്ട് രാത്രി 7:30-8 മണിയാകുമ്പോൾ നമുക്കത് ഫുഡ് കഴിക്കാൻ പോവാം. ചായ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ ചായ എടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ ചായ ആക്കുന്നത്. അടിച്ച ചായയാണ്. നമ്മളെ ചായ റെഡിയായി, നമുക്കിത് കുടിക്കാമല്ലോ. എന്നിട്ട് ചായയൊക്കെ നല്ല അടിപൊളി ചായയാണ്. ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ വരാം. അപ്പം നമുക്കിനി പൈസ കൊടുക്കാം. 10 രൂപ ചായക്ക് ഇവിടെ 10 രൂപയാണ്. പൈസ കൊടുത്തപ്പോൾ നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോവാം. ഇനി നമ്മുടെ അടുത്തുള്ളത് ആകെ 25 രൂപയാണ്. 25 രൂപ കൊണ്ടുവേണം നമുക്ക് രാത്രി ഇനി ഫുഡ് കഴിക്കുക. 25 രൂപ എന്താ കിട്ടുമെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. നമ്മുടെ ചങ്ങായിക്ക് ചെറിയ പനിയായിട്ട് അവനെ ആശുപത്രിയിൽ കാണിക്കണം. അപ്പോൾ നമുക്കിനി ആദ്യം എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഇവിടെ കടയുണ്ട്, ഇവിടെ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച് ഇവിടെ തന്നെ നമുക്ക് കയറാമല്ലോ. പൊറോട്ടക്ക് മാത്രമാണ് 30 രൂപ, ബാക്കി ഫ്രൈഡ് റൈസ് എല്ലാം 100 രൂപയാണ്. അപ്പോൾ ഞാൻ പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പൊറോട്ട വന്ന് 2 പൊറോട്ടക്ക് 25 30 രൂപയാണ്. നമ്മളടുത്ത് ആകെയുള്ള 25 രൂപയാണ്. 5 രൂപ ഞാൻ വേറെ കൂട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കഴിച്ചിട്ട് വന്നിട്ട് പറയാം എങ്ങനെയാണ് സംഭവം. ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ സിമ്പിളില്ല. അപ്പോൾ 100 രൂപ ഫുള്ള് തീർന്ന് 105 രൂപയായി. 5 രൂപ ഞാൻ കയ്യിൽ നിന്ന് വേറെ എടുത്ത്. അപ്പോൾ 100 രൂപക്ക് ഒരു ദിവസം കൈക്കൂട്ടാൻ പറ്റുമെന്ന് കഷ്ടിച്ചിട്ട് അപ്പോൾ എനിക്ക് 105 രൂപയാണ് ആയത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മക്കൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് 1K ലൈക്ക് കിട്ടി നമ്മൾ 50 രൂപ വെച്ചിട്ട് ഒരു ദിവസം ഫുഡിൽ ചെലവഴിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മക്കൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിലേക്കും ബൈ.